ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സൂര്യന് വേണ്ടി ഏറ്റവും വലിയ നമ്മൾ കാണുന്ന ഒരു ശക്തിയാണ് സൂര്യൻ എന്ന ഭഗവാൻ. സൂര്യഭഗവാന് വേണ്ടി ഇന്ന് മകരസംക്രാന്തിക്കൊരു പൊങ്കാല. വീട്ടിലെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും ഇത് നല്ലതാണ്. ഇതുപോലെ ഇങ്ങനെ ചെയ്യുക. ആദ്യം വിളക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാനെ തൊഴുതതിന് ശേഷം രാവിലെ തന്നെ 5 മണിക്ക് എണീറ്റു. അത് കഴിഞ്ഞ് കുളിച്ചു വിളക്കൊക്കെ കൊളുത്തി അതിന് ശേഷം ഞാൻ വീടിൻ്റെ മുറ്റത്തായിട്ട് നമ്മൾ കിഴക്ക് വശത്ത് നോക്കിയിടണം. സൂര്യഭഗവാനെ കാണുന്ന രീതിയിൽ വേണം. അതാ സൂര്യഭഗവാൻ എന്താ വന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് പൊങ്കാല മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പം കാണാൻ സൂര്യൻ്റെ വലിയൊരു സൂര്യനായിരുന്നു. സൂര്യൻ്റെ മുഴുവൻ രൂപവും എനിക്ക് കാണാൻ പറ്റി. ഞാൻ വിളക്ക് കൊളുത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വിളക്ക് വെച്ചിട്ടുണ്ട്. കിണ്ടിയിൽ വെള്ളം, തുളസി, തെച്ചി. പിന്നെ ഗണപതി ഭഗവാനാണല്ലോ ഏറ്റവും വലുത്. ഗണപതിക്ക് പൂജിച്ചതിന് ശേഷമേ നമ്മൾ ബാക്കിയൊന്നും ചെയ്യാം. അപ്പം ഗണപതിക്കൊരു തേങ്ങ. ആദ്യം അടുപ്പാണ് ഞാൻ കൂട്ടിയത്. വിളക്ക് കൊളുത്തിയതിന് ശേഷം അടുപ്പ് കൂട്ടിയതിന് ശേഷം 3/4 ഭാഗത്തോളം വെള്ളം, 1/2 കിലോ അരി വേകുന്നതിന് ആവശ്യമായ ഒരു കലം ചോദിച്ചാൽ കടയിൽ കിട്ടും. മൺകല ഇല്ലെങ്കിൽ വേറെ ഏത് പാത്രം എടുക്കാവുന്നതാണ്. എന്നിട്ട് 3/4 ഭാഗത്തിൽ കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്ന പുതിയ കല ആയത് കാരണം വെള്ളം വേണം. വെള്ളം വച്ചതിന് ശേഷം 3/4 ഭാഗം മാത്രമേ എടുത്തുള്ളൂ ഞാൻ വെള്ളം. എന്നാൽ കുറച്ചും കൂടി ഇടാവുന്നതാണ്, ഒരു തവിയും കൂടി ഇടാവുന്നതാണ് വെള്ളം വെട്ടി തിളയ്ക്കുന്നത് വരെ നല്ലവണ്ണം തീ ഇതുപോലെ പറ്റിച്ചു കൊടുക്കുക. നല്ലവണ്ണം തീ വച്ചപ്പം വെള്ളം വെട്ടി തിളച്ചപ്പോൾ അരി ഞാൻ ഇട്ട് കൊടുത്തതായിരുന്നു നേരത്തെ കാണിച്ചത്. അരി കാണിച്ചില്ല, അരി വിട്ടുപോയി കാണിക്കാൻ. ചമ്പാ പച്ചരിയാണ് കടയിൽ നിന്ന് വാങ്ങിയത്. ചമ്പാ പച്ചരി വൃത്തിവണ്ണം കഴുകി ഇട്ട് കൊടുത്തു. അപ്പം കലം വയ്ക്കുമ്പോൾ നമ്മൾ കിഴക്കോട്ട് ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. അപ്പം കിഴക്കോട്ട് ചരിഞ്ഞ് തന്നെ നമുക്ക് സൂര്യഭഗവാന് നേരെ അഭിമുഖമായിട്ടാണ് കലം വെച്ചത്. അപ്പോൾ ഒന്ന് ചരിച്ച് വയ്ക്കുമ്പോൾ സൂര്യഭഗവാന് അഭിമുഖമായിട്ട് ഇത് തൂകുന്നതാണ്, തിളച്ച് തൂകുന്നതാണ്. കണ്ടോ, നല്ലവണ്ണം സൂര്യഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു ഞാൻ. ലോകം മുഴുവനും ശാന്തി, സമാധാനവും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെ കിഴക്കോട്ട് തൂകിയാണ് വീണത്. അതുവരെ നല്ലവണ്ണം തീ ഇട്ട് കൊടുക്കുക. കൊതുമ്പും അല്ലെങ്കിൽ വേറെ ക്ലാഞ്ഞിൽ മാത്രം വയ്ക്കാൻ പാടില്ല പൊങ്കാലയ്ക്ക്. അവിടെ ഇപ്പോൾ ഒഴിച്ചത് തേങ്ങാ വെള്ളമാണ്. തേങ്ങയുടെ വെള്ളവും കൂടി ഒഴിക്കാവുന്നതാണ്. അപ്പം തേങ്ങാ വെള്ളവും കൂടി ഒഴിച്ചു. അപ്പം അരി വേകുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരി തിളച്ച് നല്ലവണ്ണം വരുന്നത് വരെ. ഇത് മറ്റേ അമ്പഴങ്ങ ചെടിയാണ് അടുത്ത് നിൽക്കുന്നത്. പിന്നെ കുറച്ച് മുളകൊക്കെ ഉണ്ട്. ഇത് വീട്ടിൻ്റെ മുറ്റത്ത് കിഴക്ക് ഭാഗത്തായിട്ട് ഇതൊക്കെ നട്ടിരിക്കുകയാണ്. നെല്ലിയും ഉണ്ട്. ഇത് അപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ തന്നെ പൊങ്കാല ഇടാൻ ശ്രമിക്കുക. ഞാൻ ഒരു 6 മണിക്കാണ് തുടങ്ങിയത്. ഇപ്പോൾ സൂര്യനെ അർപ്പിക്കണമെങ്കിൽ രാവിലെ തന്നെ പൊങ്കാല ഇടും. എന്നിട്ട് ഒരു തേങ്ങ തിരുമ്മി അരി കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു തേങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു സാമാന്യ വലിപ്പമുള്ള തേങ്ങ തിരുമ്മി ഇതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം തേങ്ങ തന്നെ ഇടുക. അപ്പം തീ തിളയ്ക്കുന്നതിന് വേണ്ടി ഇട്ടതുപോലെ തീ ഇടേണ്ട കാര്യമില്ല നമുക്ക്. അപ്പം തേങ്ങയുടെ ഇതിൽ തന്നെ കിടന്ന് വേകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങയും കിണ്ടിയിൽ വെള്ളവും വിളക്കും എല്ലാം കൊളുത്തി അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് വേകണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1/2 കിലോ ശർക്കര, പൊടിച്ച ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലില്ലാത്ത പൊടിച്ച ശർക്കര ഇപ്പോൾ കിട്ടുന്നതാണ്. അപ്പം പൊടിച്ച ശർക്കരയും കൂടി ഒന്ന് ഇട്ടു. തേങ്ങ ആദ്യം ഇടുന്നത് തേങ്ങയിൽ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അരി വേകുന്നതാണ്. അപ്പോൾ ആദ്യം ശർക്കര ഇടാൻ പാടില്ല. അതിനാലാണ് തേങ്ങ പാടില്ല എന്ന് പറയാൻ കാരണം ശർക്കര ഇട്ടാൽ അരി വേകുന്നതല്ല. അത് കാരണം ആദ്യം ശർക്കര ഇടാതിരിക്കുക, ആദ്യം തേങ്ങ ഇടുക. അപ്പോൾ ശർക്കരയും കൂടെ 1/2 കിലോ ശർക്കര ഇട്ടു, പൊടിച്ച ശർക്കര. അത് കഴിഞ്ഞ് പാല്, അത് 5 സാധനങ്ങൾ ചേർക്കാറുണ്ട്. പാല്, പഞ്ചസാര, പിന്നെ തേങ്ങാവെള്ളം ചേർത്തു. പിന്നെ മുന്തിരിങ്ങ ഇട്ടു. കിസ്മിസാണ് ഇട്ടത്. അണ്ടിപ്പരിപ്പ് ഇടത്തില്ല ഈ പൊങ്കാലയ്ക്ക്, അതുകൊണ്ട് നട്ട്സൊന്നും ഇട്ടില്ല. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം മുന്തിരിങ്ങ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. തീ ഇനിയിപ്പം ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീ അധികമൊന്നും ആവശ്യമില്ല, തീ ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ചൂടിൽ തന്നെ കിടന്ന് അത് വേകുന്നതാണ്. അരിയൊക്കെ നല്ല വേകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാളയംകുടം പഴമോ രസകദളി പഴമോ അരിഞ്ഞ് ഒരു 7 പഴം അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ കണ്ടോ. അപ്പോൾ വെള്ളമെല്ലാം നല്ലവണ്ണം ഇതിൽ തന്നെ വറ്റിയിട്ടുണ്ട്.
എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ അതാ കണ്ടോ, നമ്മുടെ ആരോഗ്യത്തിനും സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും നമ്മുടെ ഏറ്റവും വലുത് നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ആരോഗ്യവുമാണല്ലോ. അതിനുവേണ്ടിയാണ് ഈ പൊങ്കാല അർപ്പിക്കുന്നത്. സൂര്യഭഗവാന് വേണ്ടിയാണ് ഈ മകരസംക്രാന്തിക്ക് നമ്മൾ പൊങ്കാല അർപ്പിക്കുന്നത്. അത് കാരണം കഴിയുന്നിടത്തോളം നമ്മുടെ കേരളീയർ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക, ചെയ്യേണ്ടതാണെന്ന്. എല്ലാ പേർക്കും ജാതിമത ഭേദമന്യേ എല്ലാ പേർക്കും ഇതുപോലെ സൂര്യഭഗവാൻ എല്ലാ പേരതുമാണ്, ഒരാളെ മാത്രമല്ല. അപ്പോൾ എല്ലാ പേർക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ പൊങ്കാല സൂര്യഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ഗുണകരമാണ്. നമുക്ക് ആരോഗ്യത്തിനും നമ്മളെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും സന്താനങ്ങളുടെ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ഈ പൊങ്കാല അർപ്പിക്കുന്നത്. പൊങ്കാല എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി അപ്പോൾ അടുത്തത് കിണ്ടിയിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുറച്ച് തെച്ചിപ്പൂവും തുളസിപ്പൂവും, അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങാം. പ്രത്യേകവണ്ണം കഴുകിയതിന് ശേഷം നമ്മൾ 3 പ്രാവശ്യം ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. വെള്ളം തിളപ്പിച്ച് ഇതുപോലെ അർപ്പിക്കാവുന്നതാണ്. സൂര്യഭഗവാന് നമ്മൾ മനസ്സർപ്പിച്ച് ചെയ്യുക. ഭഗവാനെ, നമുക്ക് വീട്ടിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും സന്താനങ്ങൾക്ക് സൗഭാഗ്യവും സന്താനങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും വിദ്യാഭ്യാസത്തിന് വളരെ ഉയർന്ന നിലയിൽ അവരെത്തുകയും നല്ല ജോലി ലഭിക്കാനും ഇത് വളരെ അത്യാവശ്യമായി